ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കഠിനമായി അധ്വാനിക്കണം. അധ്വാനിക്കാതെ ഒന്നും നേടാനാവില്ല. ഇതൊക്കെ നമ്മുടെ സാധാരണ ചിന്തയാണ്. ഈ കഠിനാധ്വാനം മാത്രമാണോ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്നുള്ളതാണ് ഇന്നത്തെ പരിശോധന. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സക്സസ് ഈസ് ബോൺ ഓഫ് റൈറ്റ് ഓർഡർ, എഫേർട്ട്, റിപ്പോസ് ആൻഡ് റെസിലിയൻസ്. കഠിനാധ്വാനമാണോ വിജയത്തിന്റെ അടിത്തറ? ജീവിത വിജയത്തിന്റെ അടിത്തറ കഠിനാധ്വാനം മാത്രമല്ല, ശരിയായ ലക്ഷ്യവും അറിവും ക്രമവും സമയവും പരിസ്ഥിതിയും ചേർന്ന ശരിയായ സംവിധാനത്തിലാണ് അധ്വാനം ഫലപ്രദമാകുന്നത്. എന്നാൽ ദീർഘകാല വിജയം നേടാൻ അധ്വാനത്തിന് ശേഷം വിശ്രമം അനിവാര്യമാണ്. ഈ ചാക്രിക പ്രക്രിയയിലൂടെയാണ് പുനഃസ്ഥാപനം സാധ്യമാകുന്നത്. അതിനാൽ വിജയത്തിന്റെ രഹസ്യം കൂടുതൽ കഷ്ടപ്പെടുന്നതിലല്ല, പ്രകൃതിയുടെ ക്രമത്തോട് യോജിച്ച് അധ്വാനിക്കുകയും വിശ്രമിക്കുകയും സ്വയം നവീകരിക്കുകയും ചെയ്യുന്നതിലാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രമേയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുവാനാകട്ടെ. ഈ ജീവിത വിജയത്തിന് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു നാട്ടുനടപ്പാണ്. വിജയിക്കണമെങ്കിൽ നമ്മൾ കഠിനമായി അധ്വാനിക്കണം എന്നുള്ളത് അത് ഒരു ചൊല്ലുപോലെ നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കുന്നുകൊണ്ട് കഠിനാധ്വാനം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസമാണ്. കഠിനാധ്വാനം അനിവാര്യമാണ്, അത് യാതൊരു സംശയമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഒരുപാട് അധ്വാനിക്കുന്ന ആളുകളെ സമൂഹത്തിൽ ഒരുപാട് അധ്വാനിക്കുന്നവരും പിന്നെ കുറച്ചുപേര് സിസ്റ്റമാറ്റിക് ആയിട്ട് അധ്വാനിക്കുന്നവരുണ്ട്. ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ട് ആ ഓർഡർ അനുസരിച്ച് അധ്വാനിക്കുന്നവര്. വേറെ കുറച്ച് ആളുകളുണ്ട്, ഓർഡർ ഉണ്ടാവുകയും ചെയ്യും, അവർ ആ ഓർഡറിൽ കുറച്ച് വർക്ക് ചെയ്യും, ബാക്കിയുള്ള സമയം വിശ്രമിക്കുകയോ എന്റർടൈൻ ചെയ്യുകയോ ചെയ്യും. എന്റർടൈൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ആ എന്റർടൈൻ ചെയ്യാനുള്ള സമയം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അവർക്ക് സമ്പന്നത, ഈ അധ്വാനിക്കുന്നവരെക്കാളും കൂടുതൽ സമ്പന്നത ഉണ്ടാവും. ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സമ്പന്നത ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഈ വിശ്രമിക്കുന്നവർക്കാണ്, അധ്വാനിക്കുന്നവർക്കല്ല. അപ്പൊ ഇത് ആദ്യമൊക്കെ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് വെച്ചാല് ഈ മേലാളന്മാർ വെറുതെ ഇരുന്ന് തിന്നുന്നു, മറ്റുള്ളവർ അധ്വാനിക്കുന്നു. അങ്ങനെയല്ല അതിന്റെ ഒരു മെക്കാനിസം. അത് സ്വന്തം ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ശരീരത്തില് നമ്മൾ അധ്വാനിക്കുന്ന സമയമുണ്ടല്ലോ, അത് നിരന്തരമായി കൊണ്ടിരുന്നു കഴിഞ്ഞാല്, നമ്മൾ കൂടുതൽ സമയം അധ്വാനിച്ചു കൊണ്ടേയിരുന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുവാനുള്ള, ശരീരത്തിന്റെ ഒറിജിനൽ ഫോമിലേക്ക് എത്തുവാനുള്ള, റിപ്പയറിംഗ് പ്രോസസ് നടത്തുവാനുള്ള സമയം കിട്ടാതെയാകും. വിശ്രമിക്കാതെ അധ്വാനിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ രോഗശൈലിയിലാവും. അപ്പോൾ കുറച്ച് അധ്വാനിക്കുക, ബാക്കി വിശ്രമിക്കുക, വീണ്ടും അധ്വാനിക്കുക, വീണ്ടും വിശ്രമിക്കുക. ഈ രീതിയിലാകുന്ന സമയത്ത് അധ്വാനം കുറച്ചു മതി, നമുക്ക് റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ സ്വന്തം ശരീരത്തിൽ എങ്ങനെയാണ് സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും ബാലൻസ് ചെയ്ത് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ശരീര പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അപ്പോ കഠിനാധ്വാനം എന്ന് പറയുന്നത് അനിവാര്യമാണ്. കഠിനമാകണമോ എന്നുള്ളത് വേറൊരു ചോദ്യം. എങ്കിലും അധ്വാനം അനിവാര്യമാണ്. എന്നാൽ അധ്വാനം എല്ലാ അധ്വാനങ്ങളും ഫലം നൽകണമെന്നില്ല. ചിലപ്പോ ഈ നമ്മൾ അധ്വാനിക്കുന്നത് തെറ്റായ ദിശയിലാണെങ്കിൽ നമ്മുടെ ഊർജം അത് ക്ഷയിപ്പിച്ചു കളയും. നമ്മൾ ശരിയല്ലാത്ത വിധം നമ്മൾ അധ്വാനം ചെലുത്തി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വിശ്രമം തീരെ ഇല്ലാതെ അധ്വാനിച്ചാൽ അത് സംവിധാനത്തെ തന്നെ ഡിസ്ട്രക്ട് ചെയ്തു പോയി. നമുക്ക് ഉറക്കമില്ലാതെ എത്ര നാൾ വർക്ക് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ പതുക്കെ തളർന്ന് നമുക്ക് തീരെ പറ്റാത്ത രീതി നമ്മൾ രോഗശൈലിയിലായി പോകും, അല്ലെ? അപ്പോ അധ്വാനത്തിന് കൃത്യമായിട്ടുള്ള ദിശ വേണം. ഏത് ഡയറക്ഷനിൽ പോകണം എന്നൊരു കാര്യമുണ്ട്. അത് വർക്ക് ചെയ്തതിനു ശേഷം വിശ്രമം ആവശ്യമാണെന്നൊരു ആവശ്യമുണ്ട്. ഇത് രണ്ടും നിർബന്ധമായിട്ട് ഉണ്ടാവണം. അപ്പോൾ ശരിയായ ലക്ഷ്യം ഉണ്ടാവണം, ആ ദിശാബോധം ഉണ്ടാവണം, അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാവണം. ഈ കാര്യങ്ങൾക്ക് ഒരു ക്രമം, ഒരു ഓർഡർ ഉണ്ടാവണം. പിന്നെ ശരിയായ സമയം ഉണ്ടാവണം, ശരിയായ പരിസ്ഥിതി, എൻവയോൺമെന്റ് ഇത്ര ഉണ്ടാവണം. പിന്നെ ശരിയായ ഒരു വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കാനുള്ള ശേഷി, ആ യോഗത്തിലാകാനുള്ള വഴക്കം എന്നുള്ള ശേഷിയാണിത്. അതുണ്ടാവും. ഇത്ര ഉണ്ടെങ്കിലേ വിജയിക്കുള്ളൂ. ഞാനിത് ഓരോന്നും വിശദീകരിക്കുന്നില്ല. ശരിയായ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. അതിലേക്ക് എങ്ങനെ പോകണം എന്നുള്ള സെൻസ്
നോളജ് അവയർനെസ് ഉണ്ടാവണം. അത് മാത്രമല്ല, അതിനു വേണ്ടിയുള്ള ആ ഒരു ഇന്റേണൽ ഫാക്കൽറ്റി വേണമെന്നാണ് ഞാൻ അവസാനം പറഞ്ഞത്. പിന്നെ ഈ ചെയ്യുന്ന കാര്യത്തിന് ഒരു ഓർഡർ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ആ ഓർഡർ എന്ന് പറയുന്നതിന് സിസ്റ്റമാറ്റിക് ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്നത്. ക്രമത്തിൽ ചാക്രികമായി തന്നെ ആകണം അത് കാര്യങ്ങൾ ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക്, അവിടെ സിസ്റ്റം ഉണ്ടാകണം എന്നുള്ളതാണ്. കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. ഈ വിജയികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അവർ സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നതാണ്. ഒരു സിസ്റ്റത്തെ ഫോളോ ചെയ്യും. പല ആളുകൾക്കും സിസ്റ്റത്തെ ഫോളോ ചെയ്യാൻ താല്പര്യം, അവരൊരു സ്വന്തം സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അത് അതിനനുസരിച്ച് പോകും. അത് സ്വന്തം സിസ്റ്റം അല്ല ഉണ്ടാക്കുക, സ്വന്തമായിട്ടൊരു പാറ്റേൺ ഉണ്ടാക്കുന്നു. ഇവിടെ നമ്മൾ പാറ്റേൺ അല്ല സിസ്റ്റം. സിസ്റ്റത്തിനൊരു പാറ്റേൺ ഉണ്ടാവും, പക്ഷെ പാറ്റേൺ അല്ല സിസ്റ്റം. സിസ്റ്റം എന്ന് വെച്ചാൽ ഇത് ഈ പ്രവർത്തന തത്വത്തെ എല്ലാം ഏകീകരിച്ച് കൊണ്ടുപോയ ഒരു ആവർത്തിത സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെയാണ് വളരെ കൃത്യമായിട്ട് നടക്കുന്നത്. പിന്നെ അത് ശരിയായ സമയത്തായിരിക്കണം. ഇപ്പോൾ നമ്മൾ മറ്റേ മാങ്ങയുടെ പീസുകൾ ഉണക്കി വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മഴക്കാലത്തല്ല തുടങ്ങേണ്ടത്. മാങ്ങയുടെ പീസ് ഉണക്കേണ്ടത് വെയിലത്തിട്ടിട്ടാണ്. അപ്പോൾ വെയിൽ കാലത്തായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെ? ശരിയായ സമയത്തായിരിക്കണം, ശരിയായ പരിസ്ഥിതിയിലായിരിക്കണം, അല്ലെ? അപ്പോ അത് മാത്രമല്ല, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഇന്റേണൽ ഫാക്കൽറ്റി നമുക്ക് ഉണ്ടാവണം. ഫാക്കൽറ്റി വെച്ചാൽ നമുക്ക് വഴക്കമുണ്ടാവണം, തർക്കമുണ്ടാവണം. ഇത്രയില്ലാതെ സംഭവം നടക്കൂല. അപ്പോ ഈ അധ്വാനം എന്നുള്ളത് കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അധ്വാനം എന്നുള്ളത് സത്യത്തിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്? ശരീരത്തിന് ഊർജം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അധ്വാനിക്കുന്ന സമയത്ത് നമ്മൾ ആ ഊർജം ചെലവഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇതിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യമുണ്ടല്ലോ, അത് മനസ്സ് അതിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് മനസ്സ് സമ്മർദ്ദത്തിലാവും. നാഡീവ്യവസ്ഥയില്ലേ, നമ്മുടെ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അത് കൃത്യമായിട്ട് സ്റ്റിമുലേറ്റഡ് ആകും. പരിസ്ഥിതിയുമായിട്ട് അവിടെ ഇവിടെയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പോവുക. പരിസ്ഥിതിയുമായിട്ട് നിരന്തര പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പലപ്പോഴും ആ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളിലേക്കുള്ള ആ ഒരു ബാലൻസ്, ഇക്വിലിബ്രിയം എന്നുള്ളത് തെറ്റിക്കും. പരിസ്ഥിതിയുമായിട്ടുള്ള ആ ഒരു കണക്ഷന്റെ ഇക്വിലിബ്രിയം തെറ്റും. ഇത് ദീർഘകാലം തുടർന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ ഊർജം ക്ഷയിക്കും, മനസ്സ് സമ്മർദ്ദത്തിൽ തുടരും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ശരീരം ഊർജം ചെലവഴിക്കുകയും മനസ്സ് സമ്മർദ്ദത്തിലാവുകയും നാഡീവ്യവസ്ഥ സ്റ്റിമുലേറ്റഡ് ആവുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻവയോൺമെന്റുമായിട്ടുള്ള ആ ബാലൻസ് തെറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന് നിരന്തരമായ ക്ഷീണവും ഉണ്ടാവും. അത് തുറന്നുകൊണ്ട് വരുന്ന തകർച്ചയുണ്ടാവും, ഡിസ്ട്രക്ഷൻ, ഡീജനറേഷൻ നല്ല അവസ്ഥയുണ്ടാവും. അവിടെയാണ് ശരിക്കും റീപോസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, വിശ്രമം എന്നുള്ള സംഭവത്തിന് പ്രാധാന്യം വരുന്നത്. വിശ്രമം എന്നുള്ളതിന്റെ പ്രാധാന്യം എന്താണ്? വിശ്രമം ശരീരത്തെ റെസിലിയൻസിലേക്ക് കൊണ്ടുപോകും, അതായത് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകും. എന്തെല്ലാം സ്ഥാനം മാറിക്കിടക്കുന്നുണ്ടോ അതിനെയെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അത് വിശ്രമിക്കുമ്പോഴാണ് സംഭവിക്കുക. അങ്ങനെ വിശ്രമം നമ്മൾ ആവശ്യത്തിന് നൽകുന്ന സമയത്ത് ശരീരവും മനസ്സും പ്രജ്ഞയും ഒക്കെ ചേർന്ന് വരും, അവയെല്ലാം ക്രമീകരിക്കപ്പെടും. ഇത് സ്വാഭാവികമായിട്ടും അതിന്റെ പരിസ്ഥിതിയായിട്ട് വീണ്ടും യോജിക്കും. ഉള്ളിലെ സമ്മർദ്ദം ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദമായിക്കോട്ടെ, മറ്റു നാഡീസമ്മർദ്ദമായിക്കോട്ടെ, ഇതെല്ലാം വളരെയധികം സെഡിമെന്റ് ചെയ്യും, ശരിക്കും ശമിക്കും. അങ്ങനെയാണ് അടുത്ത പ്രവർത്തനത്തെ തയ്യാറാവുന്നത്. ഇപ്പൊ നമ്മളെ ഓരോ ഹൃദയമിടിപ്പും അടുത്ത പ്രവർത്തനത്തിന് തയ്യാറാകുന്നത് എപ്പോഴാ? ഒന്ന് മിടിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മിടിപ്പ് വരെ വിശ്രമത്തിലാണ്. ഈ വിശ്രമത്തിലാണ് അടുത്ത മിടിപ്പിന് ഇത്രയേറെ രക്തത്തെ തള്ളാനുള്ള ഊർജം അത് സംഭരിക്കുന്നത്. അപ്പോൾ വിശ്രമത്തിൽ നിന്നാണ് നമുക്ക് ഊർജം കിട്ടുന്നത്, അല്ലാതെ ഭക്ഷണത്തിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിശ്രമം എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്തോറും നമ്മൾ കൂടുതൽ ശക്തിമത്താവും. അതുകൊണ്ടാണ് അധ്വാനിക്കുന്നവർ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും, വിശ്രമിക്കുന്നവർ അധ്വാനിക്കുന്നവരെക്കാളും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പറയുന്നത്. റിസൾട്ട് ഉണ്ടാവണം, വിശ്രമം കൂടുതൽ വേണം. വിശ്രമം ഉണ്ടാവണം, വ്യായാമം ഉണ്ടാവണം. വിശ്രമം മാത്രമായാലും നടക്കൂല. വിശ്രമം ഉണ്ടാവണം, വ്യായാമം ഉണ്ടാവണം, പിന്നെ ശരിയായ രീതിയിലെ പ്രയോഗം ഉണ്ടാവണം. അപ്പോ ഈ വിശ്രമിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ റെസിലിയൻസ് എന്നുള്ള പ്രവൃത്തി അവിടെ നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോ റെസിലിയൻസ് ഉണ്ടാവണം എന്ന് വെച്ചാൽ അത് പുനഃസ്ഥാപനമാണ്. അപ്പോ അധ്വാനത്തിന് ശേഷം വിശ്രമം ലഭിക്കുമ്പോഴാണ് ശരിക്കും റെസിലിയൻസ് ഉണ്ടാവുക. വെറുതെ വിശ്രമിക്കുന്ന അത് ഉണ്ടാവില്ല, അത് മനസ്സിലാക്കണേ. റെസിലിയൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ലീവ് എടുക്കണമെങ്കിൽ ജോലി ഉണ്ടാവണം. അതുപോലെ തന്നെ അധ്വാനിച്ചവനെ വിശ്രമിച്ചിട്ട് കാര്യമില്ല, വെറുതെ വിശ്രമിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അധ്വാനത്തിന് ശേഷം വിശ്രമം വേണം. അപ്പോ
വിശ്രമം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ശരീരം അതിന്റെ പൂർണ്ണ ശാന്തിയുടെ ഒരു അവസ്ഥയിലേക്ക് പോകും. ആ അവസ്ഥയിൽ ആണ് റെസിലിയൻസ് സംഭവിക്കുക. സംവിധാനം നമ്മുടെ ആ ടോട്ടൽ സ്ട്രക്ചറും ഒന്ന് റീഓർഗനൈസ് ചെയ്തെടുക്കും. നമ്മുടെ ഓരോ ചക്രവും ഇങ്ങനെ പുതിയ പുതിയ കരുത്ത് ഉണ്ടാക്കിയെടുക്കും. അവിടെയാണ് റെസിലിയൻസ് ഉണ്ടാവുക. ഈ റെസിലിയൻസ് ആണ് നമ്മുടെ ദീർഘകാലത്തെ ആ ഒരു വിജയത്തിന് അടിത്തറയാവും. ഈ പ്രകൃതിയിലെ ഒന്നും കഠിനാധ്വാനം ചെയ്യുന്നില്ല കേട്ടോ, അത് മനസ്സിലാക്കുക. എല്ലാം ക്രമത്തിൽ ഓർഡറിൽ പ്രവർത്തിക്കുന്നു എന്നതാണ്. അപ്പോൾ ഓർഡറിൽ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാക്കും. അധ്വാനിക്കുന്നത് റിസൾട്ട് ഉണ്ടാക്കുകയല്ല ചെയ്യുക, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവിടെയുള്ള ഓരോ സത്തയും ധർമ്മം നിർവഹിക്കുന്നുണ്ട് അല്ലെ, കൃത്യമായിട്ട് അവരുടെ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. ഇതില് ആരാണോ പ്രകൃതിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് അവിടെയാണ് ഈ ക്രമം എന്ന് പറയുന്നത്, ഓർഡർ അല്ലെങ്കിൽ സിസ്റ്റം എന്നുള്ളത് പ്രാധാന്യം വരുന്നത്. പ്രകൃതിയോടുള്ള യോജിച്ച പ്രവർത്തനം സംഭവിക്കുന്ന സമയത്ത് ഫലപ്രദമാവും. അതുകൊണ്ടാണ് യോഗം, ലയം എന്നൊക്കെ നമ്മൾ ഇതിലൊക്കെ സംസാരിച്ചതിൽ പറഞ്ഞിരുന്നല്ലോ, യോഗവും ലയവും ഒക്കെ. ആ ലയത്തിലാകുക എന്ന് പറയുന്നത് പ്രകൃതിയോട് യോജിച്ച പ്രവർത്തനമാണ്. അതിനാണ് കൃത്യമായിട്ട് ഫലം ഉണ്ടാക്കി തരാൻ പറ്റുക. അപ്പോ പ്രകൃതിയിലെ ഓരോ സത്തകളും ധർമ്മം നിർവഹിക്കുന്നത് ആ പ്രകൃതിയോട് ചേർന്നുള്ള യോജിച്ച പ്രവർത്തനത്തിലാണ്, യോഗത്തിലായ പ്രവർത്തനത്തിലാണ്. യോജിച്ച പ്രവർത്തനത്തിന് ഫലം നൽകാൻ പറ്റും. ആ ക്രമത്തോട് യോജിച്ച ഒരു അധ്വാനം മാത്രമാണ് ശരിക്കും പ്രകൃതിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ലോ ഓഫ് ലീസ്റ്റ് എഫേർട്ട്, മിതശ്രമ നിയമം പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്. എന്ത് പ്രവർത്തനമാണെങ്കിലും അതിന് ഏറ്റവും ചുരുങ്ങിയ കാര്യം മാത്രമേ പ്രകൃതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു ക്രമം ഉണ്ടാവും. ആ ക്രമത്തോട് യോജിച്ച പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തി അതിനനുസരിച്ച് ഒരു അധ്വാനം ചെയ്ത് ഫലം കാണും പ്രകൃതി. അതിനും അപ്പുറത്തേക്ക് പോകില്ല. അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രകൃതി ചെയ്യില്ല. അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ അതിനെ കൊണ്ട് പണിയെടുപ്പിക്കും. പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളിൽ കൊണ്ട് നമ്മൾ പണിയെടുപ്പിച്ചിട്ട് ക്രമം വിട്ട് നമ്മൾ അതിനെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. പ്രകൃതിയിൽ അങ്ങനെ ഒരു സംവിധാനമല്ല. പ്രകൃതി സമഭാഗത്തിലാകുന്ന ഒരു യോജിച്ച് നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് മുൻപോട്ട് കൊണ്ടുപോകുക. അപ്പൊ അവിടെ കഠിനാധ്വാനമല്ല ഉള്ളത്, ക്രമത്തിലാവുക എന്നുള്ളതാണ്. ക്രമത്തോട് യോജിച്ച അധ്വാനമാണ് നിലനിൽക്കുക. എന്നിട്ട് അതിനെ തുടർന്നിട്ട് പിന്നെ പ്രവർത്തനം ഉണ്ടാകുന്നു, വിശ്രമം ഉണ്ടാകുന്നു. ഇതൊരു പ്രവർത്തന വിശ്രമം എന്ന് പറയുന്ന ഒരു ചാക്രിക പ്രക്രിയ നടക്കും. അവിടെയാണ് ഇതിന്റെ ജീവിത വിജയം ഉണ്ടാവുക. അപ്പോ ഈ അധ്വാനം എന്ന് പറയുന്നത് മാത്രമല്ല വിജയത്തെ സൃഷ്ടിക്കുന്നത്, അത് ലയം കൂടെയാണ്, യോജിപ്പാണ്. നമ്മളെ പരിസരവുമായിട്ടുള്ള യോജിപ്പ്, ക്രമത്തോടുള്ള യോജിപ്പ്, പ്രകൃതിയോടുള്ള യോജിപ്പ്, ധർമ്മത്തോടുള്ള യോജിപ്പ്. ഈ യോജിപ്പ് കൊണ്ടുകൂടിയാണ് ഈ വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവയെല്ലാം ഏകീകരിച്ചു വരിക എന്നുള്ള ഒരു കൃത്യമായിട്ടൊരു അവസ്ഥ ഉണ്ടാവണം. ശരിയായ ലക്ഷ്യബോധം ഉണ്ടാവണം, ശരിയായ ദിശാബോധം ഉണ്ടാവണം, ശരിയായ അറിവുണ്ടാവണം, ശരിയായ സംവിധാനത്തിൽ പ്രവർത്തിക്കണം, പ്രകൃതിയുടെ ക്രമവുമായിട്ട് കൃത്യമായിട്ട് യോജിക്കണം. അതുപോലെ തന്നെ ഈ അധ്വാനം, വിശ്രമം എന്ന് തുടങ്ങിയവ സന്തുലിതമാക്കണം. നമ്മുടെ ആ വിശ്രാന്തിയിലൂടെ നമ്മുടെ ആ റെസിലിയൻസ്, പുനഃസ്ഥാപന ശേഷി വളർത്തണം. തുടർച്ചയായിട്ട് സ്വയം നവീകരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ വിജയജീവിതം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ കുറെ അധ്വാനിക്കുന്നത് കൊണ്ട് ഇവിടെ വിജയജീവിതം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ. അപ്പോൾ ഇത് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ജീവികളും വ്യക്തികളും എല്ലാം വിജയിക്കും. അതല്ലാത്തവർ വിജയിക്കില്ല. അവർ നിരന്തരം ചക്രം ചവിട്ടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോ നിങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനം, പ്രകൃതിയുള്ള ചേർച്ച, ശരിയായ ക്രമം, അതുപോലെ തന്നെ വിശ്രാന്തി, അത് തന്നെ പുനഃസ്ഥാപനം, സ്വയം നവീകരിക്കല്, ക്രമവുമായി യോജിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തെ വിജയിപ്പിക്കാൻ പറ്റും. ഇതില്ലെങ്കിലോ അത് പരിശീലിപ്പിച്ച് നേടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ വിജയിക്കാൻ പറ്റും. അങ്ങനെ ജീവിതം ശുഭകരമാക്കാൻ, വിജയകരമാക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.